നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മട്ടൻ ഉപയോഗിച്ച് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായി 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ഇവ രണ്ടും കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മട്ടനാണിത്. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഈ മട്ടൻ ഇടുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ജീരകം, കുരുമുളക് എന്നിവ അതിലേക്ക് ഇടുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്താൽ മതി. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം. ഇതിന് വേറെ മസാലകളോ സവോള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി മട്ടൻ റോസ്റ്റാണിത്. ഒരു ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവോള, തക്കാളി അങ്ങനെയുള്ള ഒരു ഐറ്റംസും ചേർക്കുന്നില്ല. വെറും ഈ പൊടികൾ മാത്രമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കുക. പിന്നീട് ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ ചൂടായാൽ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇടുക. പിന്നീട് അതിലെ ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഇളക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നല്ല ജീരകത്തിൻ്റെ മണമുണ്ടായിരിക്കും. ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി ആണ് ഇതിലെ മെയിനായിട്ട് ചേർക്കുന്ന പൊടികൾ. ഇപ്പോൾ ഇതാ ഏതാണ്ട് വറ്റി തുടങ്ങി. നല്ല ഒരു മട്ടൻ റോസ്റ്റാണിത്. ഇതിന് ഒരു മരുന്ന് വെപ്പ് എന്നും പറയും. ഇതുപോലെ തന്നെ മട്ടൻ്റെ ലിവർ ഉപയോഗിച്ചും നമുക്കുണ്ടാക്കാം. ഇനി അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വ്യത്യസ്ത തരം മട്ടൻ റോസ്റ്റാണ്.